ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ അധികാരത്തോടെയും അഭിഷേകത്തോടെയും സൃഷ്ടിച്ചു. ആദമിന് അധികാരമുണ്ടായിരുന്നു, എല്ലാറ്റിനും മേലും ആധിപത്യം. അവന് അഭിഷേകമുണ്ടായിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അവനോടൊപ്പമായിരുന്നു. പക്ഷേ പാപം വന്നപ്പോൾ എല്ലാം മാറി. ആദം വീണത് മാത്രമല്ല, അതോടൊപ്പം അവന്റെ അധികാരവും അഭിഷേകവും അവന് നഷ്ടമായി. ധൈര്യത്തിന് പകരം ഭയം വന്നു. ദൈവ സഹവാസത്തിന് പകരം ഒളിച്ചോടൽ വന്നു. ആധിപത്യത്തിന് പകരം ബലഹീനത വന്നു. പ്രിയരെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. നമുക്ക് ലഭിച്ച അധികാരവും അഭിഷേകവും പാപം മൂലം നമ്മൾ നഷ്ടപ്പെടുത്തിയോ? ഇന്ന് പലരും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ദൈവം കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. എങ്കിലും പ്രിയരെ, നമ്മുടെ പ്രത്യാശ എന്തെന്നാൽ ക്രിസ്തുവിലൂടെ ആദം നഷ്ടപ്പെടുത്തിയത് നമുക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. നീ ബലഹീനനല്ല, നീ തോറ്റവനല്ല. ക്രിസ്തുവിൽ നിനക്ക് അധികാരമുണ്ട്, നിനക്ക് അഭിഷേകമുണ്ട്. അതുകൊണ്ട് വീണ ആദമിനെ പോലെ ജീവിക്കാതെ വീണ്ടെടുത്ത പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കുക. നഷ്ടപ്പെട്ട അഭിഷേകവും അധികാരവും കർത്താവിൽ നിന്ന് തിരികെ പ്രാപിക്കുക. ദൈവത്തോട് അടുത്തു ചെല്ലുക.